മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. യൂട്യൂബിൽ നല്ല രീതിയിൽ കമന്റ് എഴുതുന്ന ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് കേശവൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ ഈ ജ്യോതിഷത്തെക്കുറിച്ച് കമന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു സജഷൻ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കൊടുത്തിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു 1/2 ഡസൻ ഹിന്ദു യുവാക്കള് ഒരുമിച്ച് ചേർന്ന് എല്ലാ വർഷവും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹിന്ദു സമ്മേളനം നടത്തണം. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള സമ്മേളനം നടത്തണം. അതിൽ 1/3 കലാപരമായിട്ടുള്ളത്, 1/3 സാമൂഹികമായിട്ടുള്ളത്, 1/3 ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതെല്ലാം കൊടുത്തിരുന്നു. എനിക്ക് കേശവൻ നമ്പൂതിരി റിപ്ലൈ ചെയ്തത്, അദ്ദേഹത്തിന്റെ തറവാട് ക്ഷേത്രത്തിൽ ഇതൊക്കെ ഉണ്ട്, ആരും വരാറില്ല. പക്ഷെ ഭക്ഷണത്തിന് എല്ലാവരും എത്തും. നമ്മൾ ഹൈന്ദവ ജനതയുടെ കുറെ നെഗറ്റീവുകൾ ഇതേമാതിരിയുള്ളത്, കുറച്ചു പേര് പ്രവർത്തിക്കാനുണ്ടാവും, ബാക്കി ആരും സഹകരിക്കാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ശരിക്കും ജോൺ ബാറ്റ, ചാൾസ് ബാറ്റ, 2 പേരാണ്. ബാറ്റ കമ്പനിയുടെ ഉടമസ്ഥന്റെ മകൻ, 2 മക്കളുണ്ടായിരുന്നു. ബാറ്റ കമ്പനിയിലെ ഉടമസ്ഥർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഇതിൽ ഒരു മകനെ ആഫ്രിക്കയിലേക്ക് അയച്ചു, മറ്റേ മകനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇവിടെ ചെരുപ്പ് ബിസിനസ് വളരുമോ, നിലനിൽക്കുമോ, തുടങ്ങിയാൽ പരാജയപ്പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. ജോൺ ബാറ്റ എന്ന് പറയുന്ന ബാറ്റ കമ്പനിയുടെ ഉടമസ്ഥൻ മക്കളിൽ ഒരാളെ ആഫ്രിക്കയിലേക്ക് അയച്ചു. അയാൾ അവിടെ പോയിട്ട് കുറേ കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് റിപ്പോർട്ട് കൊടുത്തു. ആഫ്രിക്കയിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ചെരുപ്പിടുന്നില്ല. നമ്മൾ ഈ ചെരുപ്പ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആരിടാനാണ്? ആരും വാങ്ങിക്കില്ല, ആരും ഇടില്ല. അവർ ചെരുപ്പിട്ടിട്ട് ശീലമുള്ളവരല്ല. ഇന്ത്യയിൽ നിന്ന് വന്ന ജോൺ ബാറ്റയുടെ മകൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ത്യയിൽ ആരും ചെരുപ്പിടാറില്ല, അതുകൊണ്ട് നമ്മൾ ചെരുപ്പിൻ്റെ കമ്പനി ഉണ്ടാക്കിയാൽ നമ്മളായിരിക്കും ആദ്യം ഉണ്ടാക്കുക, നമുക്ക് വൻ വിജയമായിരിക്കും, കോമ്പറ്റീഷൻ ആരുമില്ല നമ്മുടെ മുമ്പിൽ, നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് കീഴടക്കാൻ സാധിക്കും. ഇതുവരെ അവർ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്ന ശീലവും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അവരെ പഠിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഇന്ത്യയിൽ ബാറ്റ കമ്പനിയുടെ ബിസിനസ് ആരംഭിക്കാമെന്ന് പറഞ്ഞു. 2 പേരും കണ്ടത് ഒരേപോലെയാണ്. ആഫ്രിക്കക്കാരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഇന്ത്യക്കാരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആഫ്രിക്കയിൽ വന്ന ആൾ കൊടുത്ത റിപ്പോർട്ട് ഇവിടെ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് അത് ഉണ്ടാക്കിയതുകൊണ്ട് പ്രയോജനമില്ല. മറ്റേ ആൾ കൊടുത്ത റിപ്പോർട്ട് ഇവിടെ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്, നമുക്ക് ഗംഭീര വിജയം ഉണ്ടാവും, മാർക്കറ്റ് മുഴുവനും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. ശ്രീ കേശവൻ നമ്പൂതിരിയോടും എനിക്ക് പറയാനുള്ളത്, ഭാഗവതം വായിക്കുന്നതോ ഭഗവത്ഗീത വായിക്കുന്നതോ കേൾക്കാൻ ആൾക്കാരില്ലാതിരിക്കാനുള്ള ഒരു കാരണം നമ്മൾ എന്നും മനസ്സിലാക്കാനുള്ളത്, ചൂട്, ഹീറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഫ്ലോ ചെയ്യേണ്ടത്. വായുവും ഹയർ ഡെൻസിറ്റി, ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്കാണ് വായു ഫ്ലോ ചെയ്യുക. വെള്ളവും ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് വെള്ളം ഫ്ലോ ചെയ്യുക. നോളജും ഫ്ലോ ചെയ്യേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള നോളജുള്ള വ്യക്തിയിൽ നിന്ന് ലോവർ നോളജ് ഉള്ളവരിലേക്കാണ് നോളജ് ഫ്ലോ ചെയ്യേണ്ടത്. നോളജ് ഫ്ലോ ചെയ്യുന്നത് കൂടുതൽ നോളജ് ഉള്ളവരിൽ നിന്ന് കുറവ് നോളജ് ഉള്ളവരിലേക്കാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഭാഗവതം വായിക്കുന്നവരും രാമായണം വായിക്കുന്നവരും മുമ്പിലിരിക്കുന്ന വ്യക്തികളെക്കാൾ ഒത്തിരി നോളജ് കുറഞ്ഞവരാണ്. ചിലരൊക്കെ മറ്റെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടവരില് ആണ് ഭാഗവതം വായിക്കാനും രാമായണം വായിക്കാനുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നെ കുറച്ചു പേർക്ക് നല്ലോണം അറിയാം, പക്ഷേ അത് ഇന്നത്തെ തലമുറയ്ക്ക് യോജിച്ച വിധത്തിലല്ല പറഞ്ഞു കൊടുക്കുന്നത്. ഒരു റോസാപ്പൂവ് ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ മേടിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി നോക്കിയിട്ടല്ലേ റോസാപ്പൂവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒരു 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ റോസാപ്പൂ കൊടുത്തിട്ട് ആ റോസാപ്പൂവിൻ്റെ ഓയിലിലുള്ള കോമ്പോണന്റുകളുടെ കെമിസ്ട്രി ഞാൻ വിവരിച്ചു എന്ന് വിചാരിക്കുക, ആ കുട്ടിക്ക് വല്ലതും മനസ്സിലാവുമോ?
ഒരു പൂജാരിയുടെ കയ്യിലോ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലോ റോസാപ്പൂ കൊടുത്തിട്ട് ഞാനൊരു മഹാസാഹിത്യ കവിത പറഞ്ഞു എന്ന് വിചാരിക്കാം, അതവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഒരു മാല കെട്ടുന്ന ആള് റോസാപ്പൂവിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുടെ വീക്ഷണം ആവില്ല പൂജാരിയുടെ വീക്ഷണം. ഈ മുമ്പിൽ വന്നിരിക്കുന്ന സാധാരണ ജനതയ്ക്ക് ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുരാണങ്ങളിൽ നിന്നും വാൽമീകി രാമായണത്തിൽ നിന്നും അറിയേണ്ടത്. ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവരിക്കുകയാണെങ്കിൽ ആൾക്കാർ വരും. അതിന് സമകാലീന പ്രസക്തമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരെ വിളിക്കണം. അങ്ങനെയുള്ളവരെ ഉണ്ട്. മാത്രമല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 7 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഈ സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം തന്നെ വേണമെന്നൊന്നുമില്ല. ഭാഗവത സത്രം 9 ദിവസം 10 ദിവസം നടത്തുന്നവരുണ്ട്. അതുകൊണ്ട് 7 എന്നുള്ളതിൽ കൺസ്ട്രിക്ട് ചെയ്യണമെന്നില്ല. വെള്ളി ശനി ഞായറാക്കി നോക്കൂ, അല്ലെങ്കിൽ ശനി ഞായർ ഭാഗവതത്തിലെ ചില വരികൾ വായിച്ചിട്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ ഭാഗവതത്തിലെ 12 സ്കന്ധവും 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് പാർലിക്കാട് ഭാഗവത സത്രത്തിൽ പറഞ്ഞു. 12 സ്കന്ധത്തിലെയും കണ്ടന്റ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന ആള്, ഒരു പുസ്തകവും കയ്യിലില്ലാതെ 12 സ്കന്ധവും 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. അവിടെ ഭൂമാനന്ദ സ്വാമി നോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്തിക്കാൻ എങ്ങനെയാണ് നോട്ട് കൊടുക്കേണ്ടത്. 1 മണിക്കൂറേ തന്നിരുന്നുള്ളൂ. മഹാഭാഗ്യത്തിന് 15 മിനിറ്റ് കൂടി കൂടുതലെടുത്തു. പിന്നെ സ്വാഗതവും വോട്ട് ഓഫ് താങ്ക്സും ഉൾപ്പെടെ 1 മണിക്കൂർ 20 മിനിറ്റ്. ഞാനെടുത്തത് 1 മണിക്കൂർ 15 മിനിറ്റാണ്. 12 സ്കന്ധവും വിവരിച്ചിട്ടുണ്ട് ഞാൻ. അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് 12 സ്കന്ധത്തിന്റെയും അബ്സ്ട്രാക്ട് ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയത് തന്നെയാണ്. അപ്പോ ഈ നമ്പൂതിരി തിരുമേനി പറഞ്ഞതുകൊണ്ട് പോലെ എന്തെങ്കിലും വായിച്ചു ആത്മീയതയുള്ളവന് സമകാലീന പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. ഒക്കെ കൃഷ്ണനിൽ അർപ്പിച്ചോളൂ, ഈശ്വരനിൽ അർപ്പിച്ചോളൂ, നാമം ജപിച്ചോളൂ, നാമം ജപിച്ചോളൂ, പ്രദക്ഷിണം വെച്ചോളൂ, നിങ്ങളുടെ ദുഃഖമെല്ലാം തീരും. ഒരു ദുഃഖവും ഇല്ലാത്തവരാ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇനി എന്ത് ദുഃഖമാണ് തീരാനുള്ളത് അവർക്ക്? അതുകൊണ്ട് ഇല്ലാത്ത ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കാൻ പറഞ്ഞാൽ അവർക്കറിയാം അവർക്ക് ഒരു ദുഃഖവും ഇല്ല. ദുഃഖം ഉണ്ടെന്ന് ചിലർ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. അടുത്ത കാലത്ത് ഒരു സ്ത്രീ തൃശ്ശൂരിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? അല്ല, ഒന്ന് കാണണം. എന്താ കാര്യം എന്ന് പറയൂ. ഒന്ന് കാണണം, നേരിട്ട് സംസാരിക്കണം. എന്താ പ്രശ്നം എന്ന് പറയൂ. അപ്പൊ അവര് പറഞ്ഞ വരിയിലാണ്, ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അവിടെ ചിന്തിക്കുന്നതും അവിടെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിനെ കാണണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. വേറെ പലരുടെയും മുമ്പില് ഉള്ള ബുദ്ധിയും യുക്തിയും വിവേകവും അടിയറ വെക്കേണ്ട കാര്യമില്ല. അവനവന് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുക. അല്ല എന്തിനാ വേറൊരാൾ പറയുന്നതിനെ ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ ടെലിഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഭാഗവതം തന്നെ വായിക്കണം എന്നുള്ളതിന് എന്താ അത്ര നിർബന്ധം? ഭഗവത്ഗീത വായിച്ചൂടെ? 350 അധ്യായങ്ങളുള്ളത് വായിക്കാൻ പോണതിന് പകരം 18 അധ്യായം 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയാക്കി മാറ്റണം എല്ലാവരും. അതല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഭാഗവതത്തെക്കാൾ പ്രസക്തം ഭഗവത്ഗീതയാണ്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ സ്വീകരിക്കണം, നിർബന്ധമൊന്നുമില്ല. ഭഗവത്ഗീത കത്തിക്കാളി സമകാലീന പ്രസക്തമായിട്ടുള്ള രീതിയിൽ 2 ദിവസത്തെ ഭാഗവതം വായിക്കുന്നതിന് പകരം 2 ദിവസത്തെ വയ്ക്കുക. മുഴുവനും കേൾക്കാൻ വരുന്നവർക്ക് ഭക്ഷണത്തിന് ടോക്കൺ കൊടുക്കുക. ആ ടോക്കൺ ഉള്ളവർക്ക് ചായയും സ്നാക്സും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കുക. അല്ലാത്തവർക്ക് വേണ്ട. അത് നേരത്തെ തന്നെ എഴുതി വെച്ചേക്കാം. ടോക്കൺ ഉള്ളവർക്കേ ഉള്ളൂ. രാവിലെ 9 മണിക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 9:30 വരുന്നവർക്ക് ടോക്കൺ കൊടുക്കുക. അല്ലാത്തവർക്ക് ഇല്ല, കൊടുക്കരുത്. ഇനി അഥവാ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ടോക്കൺ കഴിഞ്ഞവർക്കുള്ളത് കൊടുക്കാം. ഒന്ന് ഷാർപ്പായി നോക്കൂ. ഇത് നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത് സാറിന് അതിന്റെ പ്രായോഗിക വശം അറിഞ്ഞുകൂടാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ അല്ല. നോട്ടീസ് പോലും ഫ്രീ അല്ല. എല്ലാം 1 രൂപ ചാർജ് ഉണ്ട്. എല്ലാത്തിനും ചാർജ് ഉണ്ട്. പ്രഭാഷണത്തിന് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് 1050 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ റൺ ചെയ്യുന്നത്. 10, 100, 110 സ്റ്റാഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുന്നത്. 7-8 സ്കൂൾ വാനുകളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് 10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇന്റർലോക്ക് ബ്രിക്ക് ഇട്ടത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ കിട്ടുന്ന പൈസ കൊണ്ടാണ്. മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകളെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ കേശവൻ നമ്പൂതിരി പറഞ്ഞതുപോലെ നമ്മുടെ അമ്പലങ്ങളിൽ ഭാഗവതത്തിന് പകരം ഭഗവത്ഗീതയാക്കി നോക്കുക.
അറിവില്ലാത്തവർക്ക് പകരം അറിവുള്ളവരെ കൊണ്ട് വിവരിപ്പിക്കുക, സുദീർഘമായിട്ട് വിവരിക്കുന്നതിന് പകരം ഷോർട്ടായിട്ട് വിവരിക്കുക, അതിനിടയ്ക്ക് സമകാലീന പ്രസക്തങ്ങളായ എക്സാമ്പിൾ സയന്റിഫിക്കായിട്ട് പറയാൻ പഠിക്കുക, പഠിച്ചവരെ വിളിക്കുക. ശരിക്കും മാറ്റം വരും, ഉറപ്പാണ്, നല്ല മാറ്റം വരും. ഈ ജോൺ ബാറ്റയുടെയും ചാൾസ് ബാറ്റയുടെയും എക്സാമ്പിൾ പറഞ്ഞ മാതിരി മുമ്പിൽ താല്പര്യം ഇല്ലാത്തവര് ആണ് ഉള്ളത്. ആ താല്പര്യം ഇല്ലാത്തവരിൽ താല്പര്യം ഉണ്ടാക്കലാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മുമ്പിലുള്ള വഴി, അതാണ് മാർഗം. അതൊരു വലിയ വെല്ലുവിളിയാണ്, അതൊരു അവസരവും കൂടിയാണ്. അതല്ലേ, കുറേ പേര് അറിയാവുന്നവരുണ്ട്, അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നുന്നതിനേക്കാൾ അത്ര നല്ലത് അറിയാത്തവരാണ് കൂടുതലുള്ളത്. നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വരാതിരിക്കില്ല. നമുക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കാം. നമ്പൂതിരിപ്പാടിന്റെ കത്തിന് സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.